Welcome back to Tyson Official Malayalam Vlog. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിയോ ഹെയർ ലോഷനെ കുറിച്ചാണ്. നിയോ ഹെയർ ലോഷനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫേസ്ബുക്കിലും യൂട്യൂബിലും ടിക്ടോക്കിലേക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലോഷനാണ് നിയോ ഹെയർ ലോഷൻ. കഷണ്ടി ഉള്ളവർക്കും മുടിയുള്ളു കുറഞ്ഞവർക്കും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു 4 മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് കിട്ടി. ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാറുണ്ട്. രണ്ട് ടൈം, മോർണിംഗും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഈവനിങ്ങും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 4 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് വന്നു. ചെറിയ ചെറിയ ബേബി ഹെയറൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്കും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാർ കൂടുതലാണ്. അത് കാരണം ഇതിൻ്റെ ഫേക്കും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒറിജിനൽ നിയോ ഹെയർ ലോഷൻ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം അതിനെ കുറിച്ചാണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രോഡക്റ്റ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റിക്കർ ഉണ്ടാവും. ഒറിജിനൽ ഫാൽക്കൺ മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ടാവും. പിന്നെ അതിൻ്റെ സൈഡിൽ നിയോ ഹെയർ ലോഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ആണോ എന്ന് നോക്കാം, നിയോ ഹെയർ ലോഷൻ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഗ്രീൻ വെൽത്ത് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ചില ഫേക്ക് പ്രൊഡക്റ്റിന് ഗ്രീൻ വെൽത്ത് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ലാംഗ്വേജ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ തായ്ലാൻഡ് ഭാഷയാണ്. ഇംഗ്ലീഷിൽ എഴുതിയിട്ടും വരാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇതൊരു തായ്ലാൻഡ് മെയ്ഡാണ്. അപ്പോൾ മാക്സിമം ഇതുപോലത്തെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ സൈഡിൽ തായ്ലാൻഡ് ഭാഷയിൽ ഇവിടെ വരെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു അറബിക് ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഹൗ ടു യൂസ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്കൊരു റിഫ്ലക്റ്റീവ് സ്റ്റിക്കർ കാണാൻ പറ്റും. ഗ്രീൻ വെൽത്ത് എന്നാണ് അതിൽ എഴുതിയാണ്. ഒരു റിഫ്ലക്റ്റീവ് ഒരു പ്രത്യേകം തരം സ്റ്റിക്കർ കാണാൻ പറ്റും. ഒറിജിനൽ എന്ന് പറഞ്ഞിങ്ങനെ എഴുതിയത്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇതിൻ്റെ അടുത്ത സൈഡിൽ നോക്കുകയാണെങ്കിൽ തായ്ലാൻഡ് ഭാഷയിൽ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ബാർകോഡ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മൾ പാക്കറ്റുമേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ പ്രോഡക്റ്റ് എങ്ങനെ ഒറിജിനൽ ആണെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ പ്രോഡക്റ്റ് നിയോ ഹെയർ ലോഷൻ. ഫസ്റ്റ് തന്നെ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇതൊരു സ്റ്റിക്കറല്ല, ഇത് ഒറിജിനലിൽ വരുന്നത് ഇത് പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു പോർഷനാണ്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്താൽ മനസ്സിലാവും ഇത് ഈ ബോട്ടിലിൻ്റെ കൂടെ പ്രിൻ്റഡ് ആണ്. ഇത് ഫേക്ക് പ്രോഡക്റ്റിന് ഇതൊരു സ്റ്റിക്കർ വരാം. നമ്മൾ ഇവിടെ ഒന്ന് സ്ക്രാച്ച് ചെയ്താൽ അത് സ്റ്റിക്കർ ചെറുതായിട്ട് പൊളിഞ്ഞു വരും. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ലിക്വിഡ് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നോക്കുക ഇതിൻ്റെ ബബിൾസ് ഒരു 4-5 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് എല്ലാനും ക്ലിയർ ആവും. പക്ഷേ ഇതൊരു ഫേക്ക് പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബബിൾസ് കുറേ നേരം നിൽക്കും. ഇനി അതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയോ ഹെയർ ലോഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തായ്ലാൻഡ് ഭാഷയിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബാർകോഡും ഉണ്ട്. ഇതിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു പാർട്ടീഷൻ കാണാൻ പറ്റും. ഒരു ജസ്റ്റ് ഒരു ലൈൻ. അത് അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയാണ്. എൻ്റെ ഈ ബോട്ടിലിന് 2 എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയാണ്. പക്ഷേ പല ബോട്ടിലിനും പല ഡിഫറെൻറ്റ് നമ്പറുകളായിരിക്കും. അതിൻ്റെ ടോപ്പിൽ പോവുകയാണെങ്കിൽ ഇവിടെയും ഒരു ചെറിയൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഇതിൻ്റെ അടച്ചു വയ്ക്കുന്ന ഭാഗത്ത് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ 20 കൊടുത്താണ്. പലതും പല പോലെയായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അത് തുറന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ടിപ്പ് ഒരു ബ്ലാക്ക് കളറിലാണ് ഇതിന് വരണേ. പല വേറെ ഫേക്ക് പ്രോഡക്റ്റിന് ഇത് ബ്ലാക്ക് അല്ലാണ്ട് വൈറ്റ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഇത് ജസ്റ്റ് ഒരു സ്പ്രേ ആണ്. അപ്പോൾ ഇത് സ്പ്രേ പോലെയാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഈ വിരൽ വയ്ക്കുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു ഗ്രിപ്പ് നമുക്ക് കാണാൻ പറ്റും. ഈ ഫേക്ക് പ്രോഡക്റ്റിനൊന്നും ഈ ഗ്രിപ്പ് കാണാറില്ല. ഒറിജിനൽ പ്രോഡക്റ്റിന് ഇവിടെ ഒരു ഗ്രിപ്പൊക്കെയും കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഒറിജിനൽ ഏതാണ് ഫേക്ക് ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഫാർമസിയിൽ പോവുക. അവിടെ പോയിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുക. നമുക്ക് വിശ്വസിക്കാം. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മിനിമം ഒരു 3-4 മാസമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക. എന്നാലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഡെർമാ റോളർ കൊണ്ട് തല നന്നായി മസാജ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. ടിൽ ദെൻ ബൈ.